സ്വരങ്ങളിൽ ഏറ്റവും പാവം സ്വരം ഏതാണ്? സാ തന്നെ ആയിരിക്കും. സാ ആയിരിക്കും. എല്ലാവർക്കും സെയിം തന്നെയല്ലേ, ഏത് ആ. രാഗം എടുത്താലും സെയിം സാ, ഒരു ചേഞ്ചും ഇല്ല. ഞാൻ ചോദിക്കാൻ കാര്യം പാട്ടുകാരിൽ ഏറ്റവും പാവമെന്ന് തോന്നുന്നു നമ്മുടെ കൂടെ ഇരിക്കുന്നത് നിത്യ മാമൻ. നോ, അത് ശരി, കാഴ്ചയിലേ ഉള്ളൂ എന്ന്. എനിവേ, നിത്യ മാമനാണ് ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ. നിത്യ മാമൻ എന്ന് പറയുമ്പോഴത്തേക്കും പാട്ടുകളൊക്കെ കിക്കിടിലാണെങ്കിലും ഈ പറയുന്ന ഒരു സംഭവമുണ്ട്. ആളൊരു പാവം, ആരെയും ഉപദ്രവിക്കാതെ, ശബ്ദം പോലും ഉയർത്തി സംസാരിക്കാതെ, അങ്ങനെയൊന്നും അല്ല. ഒറ്റ തള്ളാണ്. ബൈ ദ വേ, എന്തൊക്കെയുണ്ട് പാട്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഏറ്റവും റീസെന്റ് റിലീസസ് ചെക്ക്മേറ്റ്, അനൂപ് മേനൻ സാറിൻ്റെ ഒരു മൂവിയും, പിന്നെ കനകരാജ്യം ഇന്ദ്രൻ ചേട്ടൻ്റെ പടം കൂടെയായിരുന്നു. ഏതൊക്കെ ലാംഗ്വേജ് പാടും നിത്യ? അങ്ങനെയൊന്നുമില്ല, ഇപ്പം റീസെൻ്റ്ലി എല്ലാം കേൾക്കാറുണ്ട്. പിന്നെ ഐ ട്രൂലി ബിലീവ് മ്യൂസിക് ലാംഗ്വേജ് ഇല്ലല്ലോ, അപ്പോൾ എല്ലാം പാടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല ബെസ്റ്റാണ് എന്നൊന്ന്. അറബിക്ക് പാടുമോ? അറബിക്കാ കുറച്ചൊക്കെ. ആഹാ, ഒരു പിടുത്തം പിടിച്ചാലോ നമുക്ക് അറബിക്ക്. അറബിക്ക് വേറെ സ്റ്റൈല് തന്നെയാണല്ലോ. ദയാന ഹദീദ് എന്ന് പറഞ്ഞിട്ട്, ഹമീദ് അല്ല ഹദീദ്, ആക്ട്രസ് അല്ല, വെരി ഫേമസ് ഒരു ലേഡി പോപ്പ് സ്റ്റാർ ആയിരുന്നു. ഓക്കെ ഓക്കെ, കുറച്ച് പഴയതായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ജസ്റ്റ് ശ്രമിക്കണം കേട്ടോ, ആരും ചീത്ത വിളിക്കരുത്. അമ്മനെ അമ്മനെ അമനല്ലമ്മാനെ അമനെ അമാനമ നസന ഖൈറാനെ അമ്മനെ അമ്മനെ അമാനല്ലമ്മാനെ അമനെ അമാനമ നസന ഖൈറാനെ ലഹബി ബഗായ് ബഗന്നി ദാരിക് നൽഹാലി വിശ്വേഗി അഗല മിന്നി ബിന്നലബ്ബാലി യാമിനി ജീതം മിന്നി വൈറലബ്ബാനി നസർ വക്തിനി അത്തൻജു വില്ലി ബക്ത്വയിലു മിലു നസർ വക്തിനി അത്തൻജു വില്ലി ബക്ത്വയിലു മിലു അവരിയാലിഷ്ടമരു റൂഹരലിയാനെ അമ്മനെ അമ്മനെ അമനല്ലമ്മാനെ അമനെ അമാനമ നസന ഖൈറാനെ. ആടേപ്പ, അത് പൊളിച്ചു. ഇത്രയും നേരം ഉണ്ടായിരുന്ന നിത്യല്ല, ആള് മാറി. എന്താ പാടിയത്? മീനിങ് മനസ്സിലാക്കിയാണോ പാടി? അമ്മനെന്ന് പറഞ്ഞാൽ അവിടെ ഫ്രണ്ട്സ് എന്നാണ്. ഓ, ഇറ്റ്സ് ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പിക്നിക് സ്പോട്ടിൽ എല്ലാ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ഫയർ പ്ലേസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പാടും. അടിപൊളി. ഓ, കൂടുതൽ എനിക്ക് അറിയില്ല, സോറി. ഞാൻ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്, അമ്മനെ. അമ്മനെ. ഓക്കെ, സോ അത് പൊളിച്ചു. അപ്പൊ രണ്ടു തരത്തിലും പാടാൻ അറിയാം നമുക്കല്ലേ? ശബ്ദം പെട്ടെന്ന് എങ്ങനെയാ മാറുക? അങ്ങനെ ഒരു സോങ് കിട്ടുമ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങനെ പറയും, ഇന്ന ക്യാരക്ടറാണ്, അപ്പം ഇങ്ങനത്തെ രീതിയിലാണ് നമുക്ക് മോഡുലേറ്റ് ചെയ്യേണ്ടത്. മ്യൂസിക് ഡയറക്ടർ ചിലപ്പം ഇവൻ ആക്ട്രസിൻ്റെ ഫോട്ടോ പോലും കാണിച്ചിട്ടുണ്ട് എനിക്ക്, ഇതാണ് നമ്മുടെ ആക്ട്രസ്. അപ്പം നമുക്ക് ഈ സ്പെഷ്യലി ലിപ്സിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ ഇതാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ്, ഇതാണ് ഓക്കെ. അപ്പം ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് മോഡുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, നമുക്ക് സൂട്ട് ചെയ്യുന്ന രീതിയിൽ. ഇന്നത്തെ ജനറേഷൻ ഒരു പക്ഷേ പറഞ്ഞു കേൾക്കാനുള്ള ഒരു കാര്യം, എല്ലാ ടൈപ്പ് പാട്ടുകളും ചിലപ്പോൾ അവർ കേൾക്കുന്നവരായിരിക്കില്ല എന്നൊക്കെ പറയും. എങ്ങനെയായിരുന്നു നിത്യയുടെ ഒരു വേ ഓഫ് ലിസണിങ്? കൊച്ചിലെ ഞാൻ കൂടുതൽ ഹിന്ദി, ആ സമയത്ത് ലതാജി, ആശാജി, പിന്നെ എന്നെ ഏറ്റവും ചേഞ്ച് ചെയ്തിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൽബമായിരുന്നു കാശ്, ഹരിഹരൻജിയുടെ കാശ് ഏസാ കോയി മൻസിൽ ഹോത്ത എന്ന് പറഞ്ഞിട്ട്. അതേതാ? കാശ് ഏസാ കോയി മൻസിൽ ഹോത്ത മേരെ കാന്ദേ പേ തേരാ സർ ഹോത്ത കാശ് ഏസാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഗസലാണ്. അതിൽ ഒരുപാട് പാട്ടിലുണ്ട്, ഈ ഐനിസെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടിലുണ്ട്. റഹ്മാൻ സാറിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലേ? ഐ മീൻ, അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്ത് ചോദ്യം? അഫ്കോഴ്സ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ജനറേഷനും ദേ ആർ ഈക്വലി ഇൻസ്പയർഡ് റഹ്മാൻ സാറിൻ്റെ പാട്ടിൽ കേൾക്കുമ്പോൾ. പക്ഷേ അർജിത് സിംഗിൻ്റെ കൂടെ പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അർജിത് സിംഗിനോടുള്ളൊരു ഇഷ്ടം എങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈവ് ഷോ കാണാൻ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ആ സമയത്ത് നമ്മൾ ബാംഗ്ലൂർ തന്നെ ആയിരുന്നു? അല്ല,
ആ ഷോന് വേണ്ടി മാത്രം ബാംഗ്ലൂർ പോയി. പോയി കണ്ടു. ഓക്കെ. ആൻഡ് ഇറ്റ്സ് ടു ഗുഡ്. ഏതാ വേറെ അർജിത് വേറെ സിംഗിന്റെ ലോകം. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? എല്ലാ പാട്ടിലും ഇഷ്ടമാണ്. എന്നാലും ലാപ്പത്ത ലേഡീസ് ഓ. ഒരുപാട് ഇഷ്ടമാണ്. നിത്യ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്നത് കൈലാസ് മേനോനാണ് കൈപിടിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. അതൊരു ബ്രില്യൻ കോമ്പോസിഷനാണ് അദ്ദേഹത്തിൻ്റെ, കൈലാസ് ചേട്ടൻ്റെ. ആൻഡ് വരികൾ എഴുതിയിരിക്കുന്നത് ഹരിനാരായൺ ചേട്ടൻ. ആ. എടുത്ത് പറയണം. കാരണം ഐ ആം വെരി ബ്ലെസ്ഡ്. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ, എൻ്റെ മിക്ക പാട്ടിലും എനിക്ക് താങ്ക്ഫുള്ളി എനിക്ക് ഹരിനാരായൺ ചേട്ടൻ്റെ വരികളുണ്ട്. ഉണ്ട്. വാതുക്കളാണെങ്കിലും ആ. കുറേ പാട്ടിൽ അങ്ങനെ. അപ്പോൾ ഐ എം വെരി ബ്ലെസ്ഡ് ദാറ്റ് വേ. നല്ല മ്യൂസിഷ്യൻസിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിങ്ങനെ പാട്ടുകൾ ആൾക്കാരുടെ മനസ്സിനകത്തേക്ക് കയറി നിത്യ മാമൻ എന്ന് പറയുന്ന ഒരാളിങ്ങനെ പോപ്പുലറായി ഇരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നതല്ലോ, അല്ലെങ്കിൽ കോവിഡ് ടൈം. സൂഫി സുജാതയൊക്കെ ഇറങ്ങുന്ന സമയത്ത് കോവിഡ് സമയമൊക്കെയാണ്. അപ്പം സ്റ്റേജ് പെർഫോമൻസോ ശരിക്കും പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സിനിമയിലൊക്കെ ഒന്ന് പാടിയൊന്ന് ഫെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സ്റ്റേജ് പെർഫോമൻസിനുള്ള അവസരങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നു. പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ആ ഒരു സമയത്തൊരു ഉള്ളിൽ എന്തായിരുന്നു? ആക്ച്വലി അതിന് മാത്രം ബോദർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സമയം കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ കവേഴ്സ് ഇറങ്ങിയ ഒരു ടൈമും കൂടിയാണ്. ആ, ഓക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. കാരണം ഏറ്റവും കൂടുതൽ കവേഴ്സ് എടുത്ത് നോക്കിയാൽ വാതുക്കൾ, ആ, മഴ. ആ, അപ്പോൾ വാതുക്കൾ സ്പെഷ്യലി ഡാൻസ് കവേഴ്സും ഒരുപാട് ആ സമയത്ത് എനിക്ക് അയച്ചിട്ടുമ്പോൾ അതൊരു സന്തോഷമായിരുന്നു. ഉം. പിന്നെ മീഡിയ അതൊന്നും ഇടയ്ക്ക് എൻ്റെ ഫേസ് അങ്ങനെ ഔട്ടായിരുന്നു, അതൊന്നും പ്രശ്നമില്ല, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു, കാരണം കവേഴ്സ് എനിക്കറിയാം, ഞാനും ഒരുപാട് കവേഴ്സ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയിലും ഇങ്ങനെ ഡെമോ ആയിട്ട് Correct. കൊടുക്കാനും ഇങ്ങനെ കവേഴ്സ് ചെയ്ത്. അപ്പം നമ്മൾ കവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പാട്ട് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ട് നമ്മൾ പാടുന്നത്, നമ്മുടെ ഒരു പീസ് ഓഫ് ഹാർട്ട് ഉണ്ട് അതിൽ. അപ്പോൾ ആൾക്കാർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. കഴിഞ്ഞ ദിവസം എ ആർ റഹ്മാൻ വരെ പറഞ്ഞു റീൽസിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെയാണ് ഞാനിപ്പോൾ പാട്ടുകാരെ കണ്ടുപിടിക്കുന്നതെന്ന്. സോ നിത്യ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സമയമുണ്ടോ? അതായത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഡെമോ കൊടുക്കുന്നതല്ലാതെ? മേ ബി ഞാൻ കവേഴ്സ് ചെയ്യുന്ന സമയത്ത് അധികം ഇൻസ്റ്റയിൽ അങ്ങനെ റീൽസിൻ്റെ ട്രെൻഡ് ആയിരുന്നില്ല. പക്ഷെ ഓഫ്കോഴ്സ് ഞാൻ ആ സമയത്ത് മെയിൽ വഴിയായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇൻസ്റ്റയിലും ഇങ്ങനെ ആ ഒരു യൂട്യൂബ് ലിങ്ക് അയക്കും, അതല്ലാണ്ട് റീൽസ് ആയിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈ അയച്ചിട്ടുള്ളതിൽ ഇതുവരെയും തിരിച്ചു വിളിക്കാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈവൻ നമ്മൾ പോപ്പുലർ ആയിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഐ മീൻ നല്ല നല്ല പാട്ടുകൾ പാടി തുടങ്ങിയിട്ടും അങ്ങനൊന്നുമില്ല. പക്ഷെ മേ ബി അവർക്കും ഓർമ്മയും കാണൂല. അവർക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരുപാട് കിട്ടുന്നതല്ല, ഡെമോസും ഒരുപാട് മെയിൽസും കിട്ടുന്നതാണ്. അപ്പം ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. കുഴപ്പമില്ല. സ്റ്റേജിൽ എന്താ നമുക്ക് കിട്ടുന്ന ഒരു ഹരം? അഫ്കോഴ്സ് നമ്മൾ ബാൻഡിനോട് പെർഫോം ചെയ്യുമ്പോൾ അത്, കാരണം നമുക്ക് നമ്മളെപ്പോഴും ജാം ചെയ്യുന്ന മ്യൂസിഷ്യൻസ് അവരൊപ്പം പെർഫോം ചെയ്യുമ്പോൾ ആ ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ആ ഒരു വൈബ് കംപ്ലീറ്റ്ലി വേറെയാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ടുള്ള. അപ്പോൾ എപ്പോഴും മാക്സിമം ഫാസ്റ്റ് നമ്പേഴ്സ് പാടാൻ നോക്കാറുണ്ട്. ഓക്കെ. ആൻഡ് കുറെ ഇംപ്രവൈസ് ചെയ്യാം അല്ലേ സ്റ്റേജിൽ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐസ്ക്രീം പ്രേമിയാണല്ലോ താങ്കൾ. ഓ, അപ്പോൾ എല്ലാം പഠിച്ചിരിക്കണു. സാധാരണ പാട്ടുകാർ ഐസ്ക്രീമൊന്നും അധികം കഴിക്കാൻ പാടില്ല, കാറ്റ് അധികം കൊള്ളാൻ പാടില്ല, അങ്ങനെ അങ്ങനെ കുറേ റെസ്ട്രിക്ഷനൊക്കെ കേട്ടായിരിക്കും നമ്മൾ വളർന്നിട്ടുണ്ടാവുക. അങ്ങനെ നോക്കിയാൽ നല്ല കുട്ടിയേ അല്ല. ഐസ്ക്രീം കഴിക്കും, കാറ്റ് ഇഷ്ടമാണ് ഒരുപാട്. അതായത് ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും വിൻഡോ സീറ്റ് ഇങ്ങനെ ഇരിക്കണം എനിക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ചീത്ത കുട്ടിയാണ്. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏത് പാട്ട് പാടിയപ്പോഴാണ്? ഹിമമഴ 2 ദിവസം എടുത്തു. അത് ഫസ്റ്റ് സോങ് ആയതുകൊണ്ടുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ ഞാൻ മാക്സിമം ഞാനെപ്പോഴും എല്ലാവരുടെയും ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഞാൻ വിശാലമായി സമയം എടുത്തിട്ട് സ്റ്റുഡിയോയുടെ പൈസ കുറച്ച് കൂടുതൽ മേ ബി അങ്ങനെ തോന്നുന്നുണ്ടാവട്ടോ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇത്തിരി വിളിച്ചിട്ട് പാടാം. വാതുക്കലൊക്കെ എത്ര നേരം എടുത്തു? വാതുക്കൽ ഈവനിങ്ങിലായിരുന്നു റെക്കോർഡ് ചെയ്തത്, ഒരു 3 മണിക്കൂർ. ഓക്കെ. ഇത്ര നേരമായിട്ട് പാടിയില്ല നമ്മള്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടേ. അയ്യോ, സ്റ്റേറ്റ് അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഐ വുഡ് സേ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് എം ജെ ശ്രീധരൻ സാർ. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ കരിയറിൽ 25 ഇയേഴ്സിൽ വരുമ്പോഴാണ് ഈ ഒരു പാട്ടും കൂടെ വരുന്നപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷകരം. അവരും ഇങ്ങനെ പറയുമ്പോൾ 25 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, ആൻഡ് 25 ഇയേഴ്സ് ആണെങ്കിലും ഹീസ് കണ്ടിന്യൂസ്ലി എല്ലാ വർഷവും ഒരു മലയാളത്തിലൊരു ബ്യൂട്ടിഫുൾ സോങ് സമ്മാനിച്ചിട്ടായിരിക്കും. അതെ അതെ. ആൻഡ് അഗെയിൻ ഹരിനാരായൺ ചേട്ടൻ്റെ വരികളും.
എൻ്റെ കൂടെ പാടിയ അർജുൻ കൃഷ്ണ, സിയാ ഉൽ ഹക്ക്, ഉം. അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഈ ഒരു അവാർഡ്.